അദ്ദേഹം ഇപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സഭയിൽ അദ്ദേഹം അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിലിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല. പാർട്ടിയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്താൻ ഈ ഗൃഹ സന്ദർശനം വളരെ സഹായിക്കും. കാരണം അടിത്തട്ടിൽ പാർട്ടിയുടെ വികാരങ്ങൾ അടിത്തട്ടിലെത്തിക്കുക, പാർട്ടിയുടെ നയങ്ങൾക്കുള്ള പിന്തുണ അഭ്യർത്ഥിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, പാർട്ടി നയങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് അതുപോലത്തെ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളും. ഇപ്പോൾ വന്ന സമീപകാലത്ത് വന്ന ഈ രാഹുൽ വിവാദത്തിൽ അതിപ്പം MLA സ്ഥാനം രാജിവെക്കുന്ന ആവശ്യം CPM നിരന്തരം ഉന്നയിക്കുകയാണ്. പാർട്ടി തിരിച്ചങ്ങോട്ട് മുകേഷിന്റെ കാര്യമൊക്കെ പറയുന്നത് അതൊരു പ്രശ്നമായി ഇനിയുണ്ടോ അതോ ക്ലോസ്? അതിൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ പറയുന്നത് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല. സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ആ അന്വേഷണത്തിന് ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതുവരെയായിട്ട് ആരും റിട്ടേൺ കംപ്ലൈൻറ്റ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നാൽ അതൊക്കെ പരിശോധിക്കട്ടെ. അതിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ ടീമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം ഇപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സഭയിൽ അദ്ദേഹം അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിലിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല. ബാക്കിയൊക്കെ സർക്കാരിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികൾ സ്വീകരിക്കാം. ഇപ്പോൾ ഈ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല. അതിനെ കുറിച്ച് കൂടിപ്പോയി അഭിപ്രായം പാർട്ടിയിലുണ്ടോ? മറ്റു പാർട്ടികളൊന്നും ഇത്ര എടുത്തിട്ടില്ല, ഇവിടെ വളരെ വേഗത്തിൽ കടുത്ത നടപടി അല്ല. കോൺഗ്രസിൻ്റെ നയം മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ല. പാർട്ടി ഏതാണ് ശരിയെന്ന് തോന്നുമ്പോൾ പാർട്ടി ആ നിലപാട് സ്വീകരിക്കും. പക്ഷെ ഇതുവരെയായിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും എവിടെ എത്തിയതായിട്ട് കാണുന്നില്ല. ഈ വിവാദങ്ങൾ വന്ന സമയത്ത് ഒരു സ്റ്റേണായ നിലപാട് പാർട്ടി എടുത്തു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ നിലപാടിൽ നിന്ന് കുറച്ചോട്ട് പിന്നോട്ട് പോകുന്നുണ്ട്. അടൂർ പ്രകാശ് ഒരു അനുകൂലമായ നിലപാട് രാഹുൽ എടുക്കുന്നു. ഇന്നലെ അനുകൂലം പ്രതികൂലമൊന്നുമില്ല. ഇപ്പോൾ ഒരു അനാവശ്യ വിവാദമാണ് സഭയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച്. അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനം എടുക്കേണ്ട സ്പീക്കറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ വേണ്ടോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം. പ്രാസംഗികരുടെ ലിസ്റ്റിൽ, കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ല. എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തോട്ടെ.